കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനികളെ, മനുഷ്യൻ എന്ന് പറയുന്ന ഈ ജീവി ഒരു അത്ഭുത പ്രതിഭാസമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അല്ലാഹു തആല നമ്മളെ ഏറ്റവും മോശപ്പെട്ടൊരവസ്ഥയിൽ നിന്ന് സൃഷ്ടിച്ച ജീവിയാണ്. ഖലഖൽ ഇൻസാന മിൻ നുത്ഫത്തിൻ ഫഇദാ ഹുവ ഖസീമുൻ മുബീൻ. പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, ഒരു ശുക്ലത്തിൽ നിന്ന് അല്ലാഹു തആല നിങ്ങളെ സൃഷ്ടിച്ചുവെങ്കിലും നിങ്ങളിന്ന് വലിയ തർക്കക്കാരാണ്, താർക്കികരാണ്, വേണ്ടതിനും വേണ്ടാത്തതിനുമൊക്കെ തർക്കിക്കുന്നവരാണ്, വ്യക്തമായ തർക്കക്കാരാണെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നത് നമുക്ക് ഖുർആനിൽ കാണാം. അപ്പം അതുകൊണ്ട് തന്നെ തർക്കം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സമൂഹത്തിൽ ഇന്ന് മുമ്പത്തേക്കാൾ കൂടുതലായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മനുഷ്യനെന്ന് പറയുന്ന ഈ ജീവി നെട്ടും ബോൾട്ടും പോലെ ഒരു മെഷീനിൽ വാർത്തെടുത്ത ഒരേപോലത്തെ സാധനമൊന്നുമല്ല. ഈ നെട്ടും ബോൾട്ട് നമുക്കറിയാലോ, ഒരു എഞ്ചിനിൽ ഒരു മോട്ടറിൽ ഒരു മെഷീനിൽ വാർത്തെടുത്താൽ ആ ബോൾട്ടിന് ആ നെട്ട് വളരെ കൃത്യമായിരിക്കും, അതിലിട്ട് തിരിപ്പിച്ചാൽ അത് അങ്ങ് ടൈറ്റാവും. ഇതേപോലെ അല്ല അല്ലാഹു തആല മനുഷ്യനെ പഠിച്ചിരിക്കണം. ഒക്കെ വ്യത്യസ്തങ്ങളാണ്. ഒരാളും ഒരാളെ പോലെ അല്ല. എല്ലാം വ്യത്യസ്തമായ രീതിയിലാണ് അല്ലാഹു തആല മനുഷ്യരായി നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യരാകുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളും അല്ലെങ്കിൽ തർക്കങ്ങളൊക്കെ സ്വാഭാവികമാണ്. ഒരാൾക്ക് മറ്റൊരാളെ ഇഷ്ടപ്പെടാൻ പറ്റാത്ത ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവാം. പക്ഷെ എന്നാലും ഇഷ്ടപ്പെടാൻ പറ്റുന്ന ഒരു കാരണത്തിൻ്റെ പേരിൽ ഇഷ്ടപ്പെടുക, ബാക്കി 99 ഇഷ്ടപ്പെടാൻ പറ്റാത്ത കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ അതൊക്കെ അവഗണിച്ചിട്ട് ഇഷ്ടപ്പെടുക, അല്ലേ? നമ്മൾ അങ്ങനെയല്ലേ സ്നേഹിക്കുന്നത്? അല്ല അപ്പം നിങ്ങൾ എൻ്റെ 100% എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല എന്ന് എനിക്കറിയാലോ. 99 ഇഷ്ടപ്പെടില്ലെങ്കിൽ എന്തെങ്കിലും ഒന്നിനും ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. ആ ഇഷ്ടേ നമുക്ക് പറ്റൂ, അതേ പ്രായോഗികമാകൂ. അങ്ങനെയാണ് മനുഷ്യ സമുദായത്തിൻ്റെ ഒക്കെ അവസ്ഥയുള്ളതും. അതുകൊണ്ട് തന്നെ ആ വ്യത്യാസങ്ങളൊക്കെ മാറ്റിവെച്ച് ഒന്നിക്കുക, ഐക്യപ്പെടുക, സംഘബോധം ഉണ്ടാവുക. ഇത് മനുഷ്യ സഹജമായ ഒരു ഗുണമാണ്, സംഘബോധം. പട്ടികൾ കണ്ടില്ലപ്പോൾ നിങ്ങൾ, പട്ടികൾ ഇറങ്ങുമ്പോൾ ഒറ്റയ്ക്ക് ഒന്നിനും കാണുന്നില്ലല്ലോ. ഇപ്പം എങ്ങനെയാ പട്ടികൾ? സംഘബോധമാണ് അവർക്ക്. സംഘമായിട്ട് കൂട്ടത്തോടു കൂടിയാണ് അവർ ഇറങ്ങുന്നത്, ഒറ്റയ്ക്കൊന്നുമല്ല. അപ്പം ഞാനൊരു ചെരുപ്പ് എൻ്റെ മകളുടെ കല്യാണത്തിൻ്റെ അന്ന് ഇട്ട ചെരുപ്പ് ആ കല്യാണത്തിൻ്റെ അന്ന് തന്നെ ഇടാൻ പറ്റിയിട്ടുള്ളൂ. പിറ്റേന്ന് രാവിലെ ഒരു ചെരുപ്പിൻ്റെ മുകൾ ഭാഗം മുഴുവൻ കടിച്ച് വൃത്തികേടാക്കിയിട്ട് അപ്പുറത്തെ തൊടി കിടക്കുന്നു. അത്രയേ ഉള്ളൂ. അതിൻ്റെ ശേഷം നല്ലൊരു ഫോറിൻ ചെരുപ്പിട്ടു. ഒരു ദിവസം നോക്കുമ്പോൾ ഒന്ന് കാണാനില്ല. പക്ഷെ തിരഞ്ഞപ്പോൾ അപ്പുറത്തെ വീട് പണി നടക്കണതിൻ്റെ ആ വാർപ്പിൻ്റെ അടി കൊണ്ടിട്ടുണ്ട്, കേട് വരുത്തിയിട്ടില്ല. എന്താണെന്ന് മനസ്സിലായില്ല. കടിൻ്റെ അടയാളമൊക്കെ ഉണ്ടെങ്കിലും കേട് വരുത്തിയിട്ടില്ല. അപ്പം ഞാൻ ഇട്ടിട്ട് വന്നിരിക്കുന്ന ചെരുപ്പായി പറയുന്നത്. അവർ കൂട്ടായിട്ടാണ് ഒന്നായിട്ട് 8-10 വീട്ടിൻ്റെ മുറ്റത്തേക്ക് വരിക. ഓരോരുത്തരായിട്ടൊന്നും ഇപ്പോൾ വരുന്നില്ല. അപ്പോൾ മൃഗങ്ങൾക്ക് സംഘബോധമുണ്ട്. ഇനി വന്യമൃഗങ്ങൾ, സിംഹം, കാട്ടുപോത്ത്, മൃഗങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് സംഘബോധം ഒരു അനിവാര്യമായ മൃഗങ്ങൾക്കുള്ള ഒരു സഹജ ഗുണമാണ്. പക്ഷെ സംഘടനാ ബോധം അവർക്ക് ആർക്കുമില്ല. ഇത് ഒരു മൃഗത്തിനും സംഘടനാ ബോധമൊന്നുമില്ല. പ്രസിഡന്റ്, സെക്രട്ടറി, കച്ചാച്ചി, ട്രഷറർ എന്ന് പറയണമൊന്നും ആർക്കില്ല. ഈ സംഘടനാ ബോധമുള്ളവരല്ല മൃഗങ്ങൾ. നമ്മൾ അങ്ങനെയല്ല, നമ്മൾ സംഘടനാ ബോധവുമുള്ളവരാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരുപാട് സംഘടനകളാണ് സമൂഹത്തിൽ. നമുക്കറിയാലോ, എണ്ണിയാൽ ഒടുങ്ങാത്ത സംഘടനകൾ. എന്തിൻ്റെ പേരിലാണ് ഈ സംഘങ്ങളൊക്കെ സംഘടിക്കുന്നത്? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. ഓരോന്നും അവരെ കുറ്റപ്പെടുത്തും. നമ്മളെ പേര് പറഞ്ഞാലും അവർ നമുക്കെതിരിൽ കേസുമായിട്ട് വരവുണ്ടാകുമെന്ന് നമ്മൾ പറയണില്ല. പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമുക്കറിയാം, ഓരോ വിഭാഗങ്ങളും സംഘടിക്കുന്നത് വർഗവിരോധത്തിൻ്റെ പേരിൽ, സവർണ ചിന്തയുടെ പേരിൽ, അല്ലെങ്കിൽ വെറുപ്പിൻ്റെ പേരിൽ, അല്ലെങ്കിൽ വിദ്വേഷത്തിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ജാതി വിരോധത്തിൻ്റെ പേരിൽ, ഇതുപോലെയുള്ള ഒരുപാട് അധമ വികാരങ്ങൾ, മനുഷ്യൻ്റെ ഇടയിൽ പറയാൻ പറ്റാത്ത വികാരങ്ങൾ. ഞങ്ങൾക്ക് മുസ്ലിങ്ങളെ കണ്ടുകൂടാ എന്ന് ഒരിക്കലും വെള്ളാപ്പള്ളി നടേശൻ പറയൂലല്ലോ. ഞാൻ മുസ്ലിങ്ങളെ അല്ല വിമർശിക്കുന്നത്, മുസ്ലിം ലീഗിനെയാണെന്നാണ് പറയുന്നത്, അല്ലേ? മുസ്ലിങ്ങളെ അല്ല ഞങ്ങൾ വിമർശിക്കുന്നത്, ജമാഅത്തെ ഇസ്ലാമിയാണെന്നാണ് വേറെ ചിലത് പറയുന്നത്. എല്ലാവരും ലക്ഷ്യം തന്നെയാണ് മുസ്ലിമാണ്. മുസ്ലിം വിരോധമാണ് ഈ പറയുന്ന സംഘടനകളെ ഒക്കെ നയിക്കുന്നത്, മുസ്ലിം വിരോധമാണ്. ഇതേപോലെ ഓരോ അധമ വികാരങ്ങൾ, പറയാൻ പറ്റാത്ത വികാരങ്ങൾ, മോശപ്പെട്ട കാര്യങ്ങളുടെ പേരിൽ പലരെയും വെറുക്കുന്ന അത്തരം സംഘടനകൾ, അതിൻ്റെ പേരിൽ സംഘടിച്ച സംഘടനകൾ ഇന്ത്യയിലുണ്ട്, മുസ്ലിങ്ങളിലുണ്ട്, സുന്നികളിലുണ്ട്. നമ്മൾ ഓരോരുത്തരെയും നന്നാക്കാനൊന്നല്ല ഈ പറയുന്നത്. ഇന്ത്യയിൽ അങ്ങനത്തെ മറ്റുള്ളവരോടുള്ള വിരോധത്തിൻ്റെ പേരിൽ സംഘടിച്ച സംഘടനകളുണ്ട്. അതേപോലെ മുസ്ലിങ്ങൾക്കിടയിലും അത്തരം സംഘടനകളുണ്ട്, മറ്റ് മതക്കാർക്കിടയിൽ അത്തരം സംഘടനകളുണ്ട്. അതേപോലെ സുന്നികൾക്കിടയിലും വേറുള്ളവരെ കണ്ടുകൂടാത്ത
തൊട്ടുകൂടാത്ത തീണ്ടിക്കൂടാത്ത വിഭാഗങ്ങൾ മുസ്ലിങ്ങൾക്കിടയിലുമുണ്ട്. ഇതൊക്കെ സ്വാഭാവികമാണ്. ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് കാണുന്നതാണ്. നമ്മുടെ പൂർവികരായ ആളുകൾ സംഘടന ഉണ്ടാക്കിയതിനൊന്നും ആവൂല. നോക്ക്, നമ്മൾ ഒന്ന് രണ്ട് സംഘടനകളെ നമുക്കൊന്ന് ആലോചിച്ച് നോക്കുക. ഇബ്രാഹിം നബി വലിയ സംഘടന ഉണ്ടാക്കിയ ആളാരാ? ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ അപ്പുറം വലിയൊരു സംഘാടകനെ ലോക ചരിത്രത്തിൽ കാണൂല. വലിയൊരു സംഘാടനകളാണ്. കാലത്ത് ഉമ്മത്തം വാഹിദ, ഒറ്റയ്ക്കൊരു സംഘടനയാണെന്നാണ് ആരെപ്പറ്റി ഖുർആൻ പറയുന്നത്. ഉമ്മത്തം വാഹിദ, ഒറ്റയ്ക്കൊരു സംഘടനയാണ് ആര്? ഇബ്രാഹിം നബി അലൈഹി സ്വലാം. അങ്ങനത്തെ ഇബ്രാഹിം നബി ഉണ്ടാക്കിയ മതം ലോകത്തുണ്ടായിരുന്ന ഒരു സംഘടന. അതേപോലെ നൂഹ് നബി ഉണ്ടാക്കിയ സംഘടന ലോകത്തുണ്ടായിരുന്നു. ഇതിലെന്താ സംഭവിച്ചത്? ഇബ്രാഹിം നബി ഉണ്ടാക്കിയത്, അതേപോലെ മൂസാ നബി ഉണ്ടാക്കിയ ജൂതമതം, ഈസാ നബി ഉണ്ടാക്കിയ ക്രിസ്തുമതം എന്തായി? ഇതൊക്കെ പിന്നെ എന്ത് സംഭവിച്ചു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഉണ്ടാക്കിയ ആൾക്കാർ മോശക്കാരല്ല. പരിശുദ്ധ ഖുർആൻ ഇവരെ പറ്റി പറയുന്നത് വലക്കത് അർസൽനാ നൂഹൻ വ ഇബ്രാഹിമ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെയും നൂഹ് നബിയെയും നമ്മൾ നിയോഗിച്ചു. വജഅൽനാ ഫീ ദുർരിയ്യതിഹിം അൻ-നുബുവ്വത വൽ കിതാബ. അവരുടെ സന്താന പരമ്പരയിൽ യാക്കൂബ്, ഇസ്ഹാക്ക്, ഈസ, യൂസഫ്, അവരിലൊക്കെ അല്ലാഹ് എന്ത് ചെയ്തു? നമ്മൾ നുബുവത്തും കൊടുത്തു, അവർക്കൊക്കെ കിതാബും കൊടുത്തിട്ട് വലിയ സംഘാടകരാക്കി അല്ലാഹു തആല അവരെയൊക്കെ. എന്നിട്ട് എന്താ ഉണ്ടായി? ഫമിൻഹും മുഹ്തദിൻ. അവരുടെ ആ നേർമാർഗം പിൻപറ്റിയ കുറെ ആളുകൾ നന്നായി. പക്ഷെ കാലാകാലം നല്ലൊരു സംഘടനയാക്കി നിലനിർത്താൻ ആർക്ക് കഴിഞ്ഞില്ല? മൂസാ നബി ഉണ്ടാക്കിയതാണ് പറഞ്ഞിട്ട് ജൂതമതം ഇപ്പം നിലനിൽക്കണില്ല. ഇബ്രാഹിം നബി ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞിട്ട് ആ മതം നിലനിൽക്കണില്ല. ഈസാ നബി ഉണ്ടാക്കിയെന്നും പറഞ്ഞിട്ട് ആ മതം നിലനിൽക്കണില്ല. പിന്നെന്താ സംഭവിച്ചത്? അത് പിൻഗാമികളായ ആളുകൾ എന്ത് ചെയ്തു? വകസീറും മിൻഹും ഫാസിഖൂൻ. പിൻഗാമികളായി വന്ന അധിക ആളുകളും എന്തായി? തമ്മാടികളായി. അവർ ആ സംഘടനയുടെ ആശയങ്ങളൊക്കെ നശിപ്പിച്ചു. അവരുടെ ആദർശങ്ങളും ആശയങ്ങളും ആ പിൻഗാമികളായി വന്ന ആളുകൾ നശിപ്പിച്ചതിന്റെ ഫലമായിട്ട് അതൊക്കെ നശിച്ചുപോയി. ഇതേപോലെ ലോകത്ത് നശിക്കാതിരിക്കുകയാണെങ്കിൽ ഏത് സംഘടന നശിക്കാതിരിക്കേണ്ടിയിരുന്നു? ഈ യാക്കൂബ് നബിന്റെയും അല്ലെങ്കിൽ ഇബ്രാഹിം നബിന്റെയും നോഹ് നബിന്റെയും മൂസാ നബിന്റെയും ഒക്കെ സംഘടന നശിക്കാതിരിക്കേണ്ടിയിരുന്നു. ഒക്കെ നശിച്ചു. കാരണം പിൻഗാമികൾ അതിൽ തോന്നിയാസം കളിച്ചു. അത്ര ഉണ്ടാകുക. അത് ഏതും അങ്ങനെ തന്നെയാണ്. കുറച്ചുകാലം കഴിയുമ്പോൾ ഈ സ്ഥാപിത ലക്ഷ്യവും അതിനുവേണ്ടി സ്ഥാപിക്കാൻ വേണ്ടി അത് രൂപപ്പെടുത്താൻ വേണ്ടി അതിൻ്റെ ആളുകൾ കഷ്ടപ്പെട്ടതൊന്നും മറ്റുള്ളവർക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല. ഇന്ന് മാധ്യമം പത്രത്തിൽ സംഘടനയെ പറ്റി നല്ലൊരു ലേഖനമുണ്ട്. അത് കണ്ടപ്പോഴാണ് എനിക്കിതൊരു വിഷയമാണല്ലോ എന്ന് മനസ്സിലായത്. എന്താണ് സംഘടനാ ശാസ്ത്രം, സാമൂഹിക ശാസ്ത്രം എങ്ങനെയായിരിക്കണം എന്നതിനെ പറ്റി നല്ലൊരു ലേഖനം. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ മനസ്സിലാക്കുകയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ, നമ്മുടെ ആദർശവും നമ്മുടെ മുൻഗാമികളിൽ ഉണ്ടായിരുന്ന അത്തരം ചിന്താഗതികളൊക്കെ നഷ്ടപ്പെട്ടു പോയി. ആദർശവും അതേപോലെ ആ സത്യ ആദർശവും ആ സ്ഥാപക ലക്ഷ്യവുമൊക്കെ നഷ്ടപ്പെടുമ്പോൾ സ്വാഭാവികമായും പിൻഗാമികൾക്ക് എന്ത് വേണം? നിലനിൽക്കണമെങ്കിൽ ഒരു ശത്രുവാണ്. സംഘടന എന്ന് പേരിട്ടത് കൊണ്ട് നിലനിൽക്കൂല. പിന്നെ എന്ത് വേണം? ഒരു ശത്രുവാണ്. അതാണ് RSS മുസ്ലിങ്ങളെ ശത്രുക്കളായി പ്രഖ്യാപിക്കുന്നതിൻ്റെ ലക്ഷ്യം. കാരണം അവർക്ക് ജനങ്ങളോട് പറയാനൊന്നുമില്ല, ഒരു ആദർശം പറയാനില്ല, ഒരു പാരമ്പര്യം പറയാനില്ല. അവർക്ക് പറയാനുള്ള എന്തേ ഉള്ളൂ? മുസ്ലിം വിരോധം. ഇത് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? അവരെ കുറ്റപ്പെടുത്തണ്ട. ഇത് ലോകത്തുള്ള അധമ വികാരങ്ങളുടെ പേരിൽ സംഘടിച്ച എല്ലാവരുടെയും പൊതു സ്വഭാവങ്ങളിൽപ്പെട്ടതാണ് അല്ലേ? ഇപ്പൊ DYFIക്കാർക്ക് എന്തിന്റെ പേരിൽ DYFI ഉണ്ടായാലും അവർക്ക് എന്ത് പറയാ? ഞങ്ങളാണ് മെഡിക്കൽ കോളേജിൽ പൊതിച്ചോറ് കൊടുക്കണത് പറഞ്ഞൂടെ? ധൈര്യമായി പറയാം, ഞാനും ആ ചോറ് വാങ്ങി തിന്നിട്ടുണ്ട്, അതുകൊണ്ടായി പറയുന്നത്. അതിലൊരു മോശം നമ്മളാരും ഹറാമും ഹലാലൊന്നും കാണുന്നില്ലല്ലോ. അവരും അതുപോലെ ഒരുപാട് സ്ഥലങ്ങളിലും ഈ CH സെന്ററുകാർ, അതേപോലെ പല പാർട്ടിക്കാർ, കോൺഗ്രസ്സുകാരൊക്കെ ഉണ്ടാവും, ലീഗുകാരൊക്കെ ചെയ്യുന്നുണ്ടാവും. പലർക്കും പല ഗുണങ്ങളും ചെയ്യുന്നുണ്ടാവും. ആ ഗുണത്തിന്റെ പേര് പറഞ്ഞിട്ട് ആർക്ക് പിടിച്ചു നിൽക്കാം? ആ സംഘങ്ങൾക്ക് പറയാം ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. RSS എന്താ പറയുക? ഞങ്ങൾ മനുഷ്യന്മാരെ തമ്മിൽ തെറ്റിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ മനുഷ്യൻ പിന്നേൽ കൂടുമോ? അപ്പൊ അതിനവർ കണ്ടുപിടിച്ച മാർഗമാണ് മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ഒരു പൊതുവിഭാഗത്തെ ശത്രുവായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് RSS മുന്നോട്ട് പോകുന്നത്. ഇതേപോലെയാണ് പല സംഘടനകളും പിന്നീട് വരുമ്പോൾ ഉണ്ടാകുന്ന അപജയങ്ങൾ നമ്മൾ ആലോചിച്ചാൽ. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വലിയ വലിയ മഹാന്മാരായ ഔലിയാക്കളും സാദാത്തുക്കളും ഉണ്ടാക്കിയ സംഘടനയാണ്. പക്ഷേ 1967 അതിൻ്റെ സ്ഥാപക നേതാക്കളിൽപ്പെട്ട ആളുകളെയൊക്കെ ഒന്ന് പുറത്താക്കപ്പെട്ടു. ആ സംഘടനയുമായി ഒരു നിലയ്ക്കും ആശയപരമായി യോജിക്കാത്ത സംഘടനയുടെ വിരോധികളായിരുന്ന ആളുകൾ സംഘടനയുടെ ജനറൽ സെക്രട്ടറി പദവി വരെ എത്തി. പിന്നീട്
ജമാഅത്തെ ഇസ്ലാമിയുടെ കോളേജായിരുന്ന കാസർഗോഡ് ജില്ലയിലെ ചെങ്ങമനാട് ആലിയ അറബി കോളേജിലെ മുദരിസായിരുന്ന ആൾ പിന്നെ സമസ്തന്റെ ജനറൽ സെക്രട്ടറി ആയി. പേരൊന്നും ഞാൻ പറയുന്നില്ല, മനസ്സിലാണ്ടോ പറഞ്ഞത്? സമസ്തയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന മറ്റൊരാള്, പേര് പറയൂല, മറ്റൊരാള് പിന്നെ മുജാഹിദായി. പിന്നെ മുജാഹിദിന്റെ വലിയ നേതാവായ സമസ്തയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. ഇതൊക്കെ നടക്കുന്നുണ്ട്. എന്തുകൊണ്ടാത്? ഇത് ആദർശപരമല്ല. ആദർശമില്ലാത്ത ആൾക്കൂട്ടം കണ്ടിട്ട് അതിന്റെ പിന്നാലെ കൂടുന്ന കുറെ ആളുകൾ സമൂഹത്തിൽ എപ്പോഴും ഉണ്ടാവും. ഫലമായിട്ട് എന്താ ഉണ്ടായത്? പുതിയ തലമുറയ്ക്ക് സംഘടനാ ബോധം അറിഞ്ഞൂടാ, സ്ഥാപിത ലക്ഷ്യം അറിഞ്ഞൂടാ, പൂർവിക നേതാക്കന്മാരെ അറിഞ്ഞൂടാതെ വന്നാൽ എന്താ സംഭവിക്കുക? ചെറിയൊരു ഉദാഹരണം ഞാൻ പറയും. RSSന്റെ പോലെ തന്നെ സംഭവിക്കുകയാണ്. 85ാം വാർഷികം ആഘോഷിക്കുമ്പോൾ മുഖ്യ ശത്രു പത്രസമ്മേളനം നടത്തിയിട്ട് നേതാക്കന്മാർ പറഞ്ഞു മുഖ്യ ശത്രു AP ആണെന്ന്, കാന്തപുരമാണ് AP ആണെന്ന് പറഞ്ഞു. 100ാം വാർഷികം ആഘോഷിക്കുമ്പോൾ അവർ പത്രസമ്മേളനത്തിലൂടെ പരസ്യമായിട്ടും രഹസ്യമായിട്ടും പറഞ്ഞു മുഖ്യ ശത്രു സാദിഖ് അലി ശിഹാബ് തങ്ങളാണ്, പാണക്കാട്ടെ തങ്ങന്മാരാണ് ഇപ്പം ആര് മുഖ്യ ശത്രു. ഇപ്പം നിങ്ങൾ നടക്കുന്നത് നോക്കി, ഓരോന്ന് നടക്കുന്നത്. ഇപ്പം മംഗലാപുരത്ത് കാലിനെ ആരോഹണം നടത്തുന്നതിൻ്റെ പേരിലുണ്ടായ കുലുമാലുകൾ എന്തൊക്കെയാ? നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അത് അറിയുള്ളൂ, അല്ലാത്തവർക്ക് അത് അറിയില്ല. ഏതാവട്ടെ, അന്ന് പരസ്യപ്പെടുത്താൻ വേണ്ടിയല്ല ഞാൻ പറഞ്ഞു വന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ തങ്ങന്മാരി പറഞ്ഞൊരു വിഭാഗം വല്ലാതെ പരീക്ഷിക്കപ്പെടുന്നൊരു വിഭാഗമാണ്. അത്ര വലിയ സുഖലോലുപന്മാരൊന്നുമല്ല അവര്. അവരുടെ കുടുംബക്കാരെ മുഴുവൻ കർബലയിൽ കൊല്ലപ്പെട്ടിട്ട് അതിൽ നിന്ന് 3 കുട്ടികളാണ് ആ പരമ്പരയിൽ അവശേഷിച്ചത്. എന്തുകൊണ്ട്? രോഗികളായതുകൊണ്ട്, കുട്ടികളായതുകൊണ്ട് കർബലയിലേക്ക് അവർ പോയില്ല. പോയെങ്കിൽ അന്ന് ഇത് അവസാനിക്കും. അവര് പോകാത്തതുകൊണ്ട് ആ പാവങ്ങൾ രക്ഷപ്പെട്ടതാ. ചരിത്രം പറയാൻ, ഓരോരുത്തരും ചരിത്രം പറയാൻ സമയമില്ലാത്തതുകൊണ്ടാ. ഇപ്പം എൻ്റെ മേശപ്പുറത്തിരിക്കുന്നത് പാണക്കാട് തങ്ങന്മാർ എന്ന് പറയുന്ന പുസ്തകം. ഇപ്പം ഇന്ന് രാവിലെ ഇന്നും കൂടി ഞാൻ നോക്കിയതാണ്, വീട്ടിൽ മേശപ്പുറത്തിരിക്കുന്നുണ്ട് ആ പുസ്തകം. പാണക്കാട് തങ്ങന്മാരുടെ ചരിത്രം പറയുന്ന പുസ്തകം. എന്താ ഇവരെന്തൊക്കെ അനുഭവിച്ചിട്ട് അവിടെ എത്തി? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇവർ ആ കൊല്ലപ്പെട്ടു, എല്ലാവരും കൊല്ലപ്പെട്ടു. ഈ പാവങ്ങളായ 2-3 കുട്ടികളാണ് അതിന് രക്ഷപ്പെട്ട്, 4-5 വയസ്സുള്ള കുട്ടികൾ. ഈ കുട്ടികളെ 10-12 വയസ്സായപ്പോൾ അവരെ സ്നേഹിക്കുന്ന ആൾക്കാരൊക്കെ കൂടി ചെന്നിട്ട് നിങ്ങളെ ഖിലാഫത്ത് ഏറ്റെടുക്കണം പറഞ്ഞ് നിർബന്ധിക്കാൻ തുടങ്ങി. മനസ്സിലായില്ലേ? സ്നേഹിക്കുന്ന ആൾക്കാർ ചെന്നിട്ട് ഖിലാഫത്ത് ഏറ്റെടുക്കണം പറഞ്ഞിട്ട് അവരോട് നിർബന്ധിക്കാൻ തുടങ്ങി. എതിരാളികളെ പേടിച്ചിട്ട് കൊല്ലും വിചാരിച്ചിട്ട് ഇവർക്കാണെങ്കിലോ പുറത്തിറങ്ങാനും ധൈര്യമില്ല. അങ്ങനെ ഈ തങ്ങന്മാരെന്ന് പറയുന്ന വിഭാഗം മക്കയിലും മദീനയിലും പരിസരങ്ങളിലും ജീവിക്കാൻ പറ്റാതെ മുഴുവനും യമനിലേക്ക് കുടിയേറി പാർത്തവരാണ്. ജീവൻ നിലനിർത്താൻ വേണ്ടി യമനിലേക്ക് പോയാൽ അവർ ഈ പാവങ്ങൾ യമനിൽ പോയി താമസിച്ചു. അവിടെ വലിയ ശല്യമില്ല. ആ യമൻ ഈ പറഞ്ഞ കച്ചറയ്ക്കൊന്നും ഉണ്ടായിട്ടില്ല. ആ യമനിൽ താമസിച്ചിട്ട് അവിടെ നിന്നാണ് പിന്നെ അവർ കുറച്ചൊക്കെ ജീവിത നിലവാരമൊക്കെ ഉണ്ടാക്കിയിട്ട് പല നാടുകളിലേക്കും ഇങ്ങനെ രക്ഷപ്പെട്ടു വന്നത്. അങ്ങനെ രക്ഷപ്പെട്ടു വന്നവരാണ് ആര്? ഈ തങ്ങന്മാർ. കേരളത്തിലെ എല്ലാ തങ്ങന്മാരും തങ്ങളാണെന്ന് പറയപ്പെട്ടാൽ പോരാ, കബീലയുള്ളവരായ നിലവാരമുള്ള എല്ലാ തങ്ങന്മാരും അങ്ങനെ വന്നവരാണ്. അവരിൽ ആരെയും നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല, മോശാക്കണില്ല. ഞാനിപ്പോൾ ഇന്ന് രാവിലെയും കൂടി ഫാത്തിഹ ഓതിയിട്ട് ജിഫിരി തങ്ങന്മാരുടെ മുഴുവൻ കബീലയിൽപ്പെട്ട മുഴുവൻ ആളുകൾക്കും, അതേപോലെ തന്നെ ഹുസൈനി പരമ്പരയിലെ പാണക്കാട്ട് തങ്ങന്മാരുടെ പരമ്പരയിൽ വരുന്നവർക്കൊക്കെയും, അതേപോലെ ബുഖാറ തങ്ങന്മാരിൽപ്പെട്ടവർക്കൊക്കെയും, കാരണം എൻ്റെ 3 നേതാക്കന്മാരയിലുണ്ടല്ലോ, അവരുടെ 3 ആളുടെ പേരിൽ ഫാത്തിഹ ഓതുമ്പോൾ ഇവർക്കൊക്കെ അവരുടെ മുഴുവൻ കുടുംബങ്ങൾക്ക്, എക്കാലത്തുള്ള കുടുംബങ്ങൾക്ക് വേണ്ടി ഞാൻ ഫാത്തിഹ ഓതാറുണ്ട്. അല്ലാഹു തആല അവരുടെ ഹക്ക് കൊണ്ട്, അവരുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു തആല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും, ഹമ്മുകളും ഒമ്മുകളൊക്കെ മാറ്റി നമ്മുടെ കുടുംബത്തിൽ അല്ലാഹു തആല ഐശ്വര്യവും സന്തോഷവും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇവരാരും മോശക്കാരല്ല. ഒരുപാട് പാടുപെട്ടിട്ടാണ് ഇവർ വന്നത്. വന്നു നോക്കുമ്പോൾ ഇപ്പൊ പാണക്കാട് കുടുംബക്കാര് കുറച്ച് ഉയർന്നു നിൽക്കുന്നുണ്ട്. സ്വാഭാവികമാണ്. ആ ഉയർന്നു നിൽക്കുന്നതിന് കാരണമുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അന്നാസു മആദിനുക മആദിനി ദഹബി. ഈ മനുഷ്യന്മാരെന്ന് പറഞ്ഞത് സ്വർണം കുഴിച്ചെടുക്കണ ഖനി പോലെയാണ്. ചിലയോടെ കുഴിച്ചാൽ എന്ത് കിട്ടും? പൊന്ന് കിട്ടും. ചിലയോടെ കുഴിച്ചാൽ പെട്രോൾ കിട്ടും. ചിലയിടത്ത് കുഴിച്ചാൽ കൽക്കരി കിട്ടും. ചിലയിടത്ത് കുഴിച്ചാൽ വേറെ വല്ലതും കിട്ടും, മാർബിൾ കിട്ടും. ഇതൊക്കെ ഭൂമിൻ്റെ അടിയിൽ നിന്ന് വരുന്നതാണല്ലോ. ഇതുപോലെയാണ് മനുഷ്യന്മാർ. അതില് ആ പൊന്ന് പത്തര മാറ്റ് തങ്കമായ പൊന്ന് അല്ലാഹു തആല നിലനിർത്തി കൊടുത്തിരിക്കുന്ന ഒരു വിഭാഗമാണ് ആര്? പാണക്കാട്ടെ തങ്ങന്മാർ. നമുക്ക് അവരെ കൊണ്ട് ഒരു ഉപകാരവും കിട്ടിയിട്ടില്ല, ഉപദ്രവം അല്ലാതെ. ഉപദ്രവം പറയാനും പറ്റൂലല്ലോ. നമുക്ക് പറഞ്ഞാൽ സംസ്ഥാനക്കാർക്ക് ഇവരെ കൊണ്ട് ഉപദ്രവം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇനിയുള്ളവർക്കെങ്കിലും അല്ലാഹു തആല നല്ല ബുദ്ധി കൊടുക്കട്ടെ. നമ്മൾ വരക്കുന്നുണ്ട്. നമുക്ക് അവരെ കൊണ്ട് ഒരു ഉപകാരവും കിട്ടിയിട്ടില്ല. ഉപദ്രവം കിട്ടിയത് പറയാനും പറ്റൂല, അതുകൊണ്ട് പറയുന്നില്ല. അല്ലാഹു തആല അവർക്കൊക്കെ പുറത്തു കൊടുക്കുമാറാവട്ടെ.
അപ്പൊ ഏതായാലും ഇവരൊക്കെ അള്ളാഹുവിന്റെ റസൂലിന്റെ മക്കളാ. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരൊരു ഖനികളാണ്, ഇവർ സ്വർണമാണ്, പത്തരമാറ്റ തങ്കമാണ്. അള്ളാഹിന്റെ റസൂല് പറഞ്ഞ ഗൗരവം നമ്മൾ ആലോചിച്ച് നോക്കണം. അള്ളാഹുവിന്റെ റസൂല് പറയുന്നുണ്ട്, അന താരിക്കും ഫീക്കും സകലൈ, രണ്ട് ഭാരമുള്ള ഉത്തരവാദിത്തം ഞാൻ നിങ്ങൾക്ക് ഉപേക്ഷിച്ചിട്ടാണ് പോകുന്നത്. അവ്വലുഹുമാ കിതാബുള്ള, അതിൽ ഒന്നാമത്തെ അള്ളാഹുവിന്റെ വേദഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. അത് മുറുകെ പിടിച്ച് അത് ശരിയായി പിൻപറ്റി നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾ രക്ഷപ്പെടും. രണ്ടാമതായിട്ട് അള്ളാഹിന്റെ റസൂല് പറഞ്ഞു, അഹ്ലു ബൈത്തി, എന്റെ കുടുംബക്കാരാണ്, തങ്ങന്മാരാണ്. ഉദക്കിറുക്കുമുല്ലാഹ ഫീ അഹ്ലി ബൈത്തി, ഇത് പറഞ്ഞിട്ട് വീണ്ടും അള്ളാഹിന്റെ റസൂല് പറയാ, എന്റെ കുടുംബക്കാരുടെ കാര്യത്തിൽ നിങ്ങളെ അള്ളാഹിനെ പേടിക്കണം കേട്ടോ, അള്ളാഹിനെ സൂക്ഷിച്ചോളി, നിങ്ങൾ അള്ളാഹിനെ പേടിച്ചോളി. എന്റെ കുടുംബക്കാരെ അവഹേളിക്കാനും അവരെ മാനം കെടുത്താനും അവരെ കുറ്റപ്പെടുത്താനും അവരെ നിന്ദിക്കാനും നിങ്ങൾ ശ്രമിക്കരുതേ. മൂന്നാമട്ടും അള്ളാഹിന്റെ റസൂല് പറയുന്നു, ഉദക്കിറുക്കുമുല്ലാഹ ഫീ അഹ്ലി ബൈത്തി, എന്റെ കുടുംബക്കാരുടെ കാര്യത്തിൽ ഞാൻ നിങ്ങളെ അള്ളാഹുവിനെ പേടിപ്പിക്കുകയാണ്. അള്ളാഹുവിനെ മുന്നിൽ നിർത്തി പറയുക. എന്താ അള്ളാഹിനെ പറയുന്നത്? പരിശുദ്ധ ഖുർആൻ പറഞ്ഞിരിക്കുന്നത്, കദാലിക ജഅൽനാകും ഉമ്മത്തൻ വസത്ത, നിങ്ങൾ മധ്യമ സമുദായമാണ്, കൂടിയവരുമല്ല, വോൾട്ടേജ് കൂടിയിട്ടില്ല കുറഞ്ഞിട്ടില്ല. അതാണ് ഇസ്ലാം. ഓവറുമല്ല, എന്നാ തണുപ്പുമല്ല, മിതത്വവുമല്ല, പിന്നെ കുറവുമല്ല. പിന്നെയോ തഖൂനു ശുഹദാ അലന്നാസ്, എന്തിനാണ് അങ്ങനെ ആക്കിയത്? നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷികളാകാൻ വേണ്ടിയിട്ടാണ്. വയകൂന റസൂലു അലൈക്കും ഷഹീദ, നിങ്ങൾ എന്താ കാട്ടി എന്നുള്ളതിന് റസൂൽ നിങ്ങൾക്ക് സാക്ഷിയായി വരാൻ പോകുന്നുണ്ട്. നമ്മൾ ചെയ്തതിനൊക്കെ അള്ളാഹിന്റെ മഹ്ശറിൽ ആര് സാക്ഷി പറയണം? റസൂലുള്ളാഹിനെ കൊണ്ടുവരും. റസൂലുള്ളാഹിന്റെ പേരക്കുട്ടികളെ ചീത്ത പറഞ്ഞവൻ, റസൂലുള്ളാഹിന്റെ പേരക്കുട്ടികളെ ആക്ഷേപിച്ചവൻ, റസൂലുള്ളാഹിന്റെ പേരക്കുട്ടികളെ, ഞാനിത് പറയുന്ന വെറുതെ അല്ല. ഇപ്പൊ അടുത്തൊരു മൗലിയര് ഒരു കല്യാണത്തിന് പോയിട്ട് ഞാൻ ഭക്ഷണം കഴിക്കുകയാണ്, ഒരു മൗലിയര് അടുത്തിരുന്നിട്ട്. അപ്പോ സാദിഖലി തങ്ങളെ പറ്റി പറഞ്ഞപ്പോ ഈ മൗലിയര് പറയണ, അയാൾക്ക് വിവരമില്ലല്ലോ. റസൂലുള്ള ഒരൊറ്റ ഹദീസിലും വിവരമുള്ള തങ്ങന്മാരെന്ന് പറഞ്ഞിട്ടില്ല. വിവരമുള്ള തങ്ങന്മാരെന്ന് ആര് പറഞ്ഞിട്ടില്ല? റസൂലുള്ള പറഞ്ഞിട്ടില്ല. റസൂലുള്ള എന്റെ കുടുംബം എന്നേ പറഞ്ഞിട്ടുള്ളൂ. വിവരമില്ലെങ്കിലും അവരാരന്നെയാ? റസൂലുള്ളാഹിന്റെ കുട്ടികളാ. അതാ ഹുബ്ബുൻ നബി വ ഹുബ്ബുൽ ആലി റുക്നാനി ലാ ഫർഖ ബൈനഹുമാ യാ അഹ്ല ഈമാനി. റസൂലുള്ളാഹിനെ സ്നേഹിക്കുക, റബീഉൽ അവ്വലാണല്ലോ വരുന്നത്, അത് പറയുന്നവരാണല്ലോ നമ്മളൊക്കെ. ഹുബ്ബുൻ നബി വ ഹുബ്ബുൽ ആലി റുക്നാനി, റസൂലുള്ളാഹിനെ സ്നേഹിക്കലും റസൂലുള്ളാഹിന്റെ കുടുംബക്കാരെ സ്നേഹിക്കലും രണ്ടും ഈമാനിന്റെ രണ്ട് റുക്നുകളാണ്. ലാ ഫർഖ ബൈനഹുമാ യാ അഹ്ല ഈമാനി, ഈമാനുള്ളവരെ അത് നിങ്ങൾ വേർതിരിച്ച് കാണരുത്, രണ്ടും ഒന്നാണ്. റസൂലുള്ളാഹിന്റെ കുടുംബത്തെ സ്നേഹിക്കൽ റസൂലുള്ളാഹിനെ സ്നേഹിക്കൽ തന്നെയാണ്, അതിന് വീഴ്ച വരുത്തരുതേ. ആലുൻ നബിയ്യി വഇൻ ഖല്ലത്ത് സ്വലാഹത്തുഹും, റസൂലുള്ളാഹിന്റെ കുടുംബക്കാര് വഇൻ ഖല്ലത്ത് സ്വലാഹത്തുഹും, അവർക്ക് വിവരമില്ല, നിസ്കാരമില്ല, നോമ്പുമില്ല, ഇബാദത്തുകളൊക്കെ കുറച്ച് മോശം, അങ്ങനെ ആവാലോ. അങ്ങനെ ആയാലും മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുക, നമ്മുടെ പൂർവികരുടെ നിലപാടതാ. വഇൻ ഖല്ലത്ത് സ്വലാഹത്തുഹും, അവരുടെ നന്മ സൽക്കർമ്മങ്ങൾ അവർക്ക് കുറച്ചാണെങ്കിലും ഹും കൽ മനാസിഖി ഫീ ആയാത്തി ഖുർആനി, പരിശുദ്ധ ഖുർആനിൽ അലന്തറ കൈഫ പോലെയാണ് അവരെന്ന്. അലന്തറ കൈഫ അവരുടെ സൂറത്തില്ലേ ഖുർആനിൽ, അത് ഖുർആനാണ്, പക്ഷെ അതിൽ അത് ഓതി വയല് പറയാനൊന്നും പറ്റൂല. ഇപ്പോ ആയത്ത് മൻസൂഖ. ഇപ്പൊ അത് മറ്റൊരാളോട് പറഞ്ഞു കൊടുക്കാനൊന്നും പറ്റൂല. ഓതാം, ഒന്നുമില്ലാതെ തൊടാൻ പറ്റുമോ? വലിയ ശുദ്ധിക്കാരൻ ഓതാൻ പറ്റുമോ? അതൊന്നും പറ്റൂല ഖുർആന്. പക്ഷേ ആയത്ത് മൻസൂഖാണ്. ഇനി ഒരു തങ്ങള് മോശക്കാരനാണെന്ന് വന്നാൽ തന്നെ അത്രേ വരാനുള്ളൂ. എന്നാലും അവരുടെ ആ കഴിവ് നഷ്ടപ്പെടൂല, അവരുടെ തറവാടിത്തത്തിന് അവർ പോകൂല. റസൂലുള്ള ആ കുട്ടികളെ തള്ളിപ്പറയൂല. ഞാനാണെങ്കിൽ പറയോ, എൻ്റെ ഒരു കുട്ടി ഒരുപാട് തമ്മാടിത്തരം കളിച്ചു കൂട്ടിയിട്ട് ഒരുപാട് പോക്രിത്തരം കളിച്ചിട്ട്, അള്ളാഹു തആല കാക്കട്ടെ, ഒരു തമ്മാടിത്തരം കളിച്ചൊരു കുട്ടി എനിക്കുണ്ട്. മഹ്ശറിൽ വരുമ്പോൾ അവൻ തോന്നിയാസം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അള്ളാഹ് അവനെ നരകത്തിക്ക് വിട്ടാക്കണമെങ്കിൽ എനിക്ക് സഹിക്കുമോ? കഴിയൂലല്ലോ. നമ്മളെക്കാൾ 10,000 കോടിക്കണക്കിന് ഇരട്ടി കരുണയുള്ള റഹ്മത്തുൽ ആലമീനായ റസൂലുള്ളാഹിക്ക് തന്റെ പേരക്കുട്ടികളെ വിടാൻ കഴിയുമോ? ഒരിക്കലും പെടൂല. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ പേരക്കുട്ടികളെ കുതിര കളിക്കരുത്, അവരെ ആക്ഷേപിക്കരുത്, അവരെ വിമർശിക്കാൻ പോകരുത്. നിങ്ങൾ പിൻപറ്റണ്ട, നമ്മൾ അവരുടെ പിന്നാലെ പോണ്ട. നമ്മൾ അവരുടെ ആശയത്തിന്റെ പിന്നാലെ ഒന്നും നമ്മൾ പോണില്ലല്ലോ. നമ്മൾ അതിന്റെ ആളുകളൊന്നുമല്ല. പക്ഷെ എന്നാലും അവരെ അവരായി തന്നെ കാണാൻ നമ്മൾ കാണണം. അപ്പൊ നമ്മൾക്കൊക്കെ പുറത്തുകൂടെ കാണുമ്പോൾ അവരൊക്കെ വലിയ സുഖലോലുപന്മാരാ. ഒരു ദിവസം കോഴിക്കോട് വലിയ കാളിയായിരുന്ന
ഇപ്പോഴല്ല, കോഴിക്കോട് വലിയ കാത് ഇമ്പിച്ചിക്കോയ തങ്ങളുടെ മകൻ മുഹ്സിൻ ഷിഹാബ് ഞങ്ങളുടെ വീട്ടിൽ ചായ കുടിക്കാൻ ഞാൻ എന്നോട് എത്താൻ പറഞ്ഞു. ഞങ്ങൾ രണ്ടാളും കൂടി ഒരു വഴിക്ക് പ്രസംഗിക്കാൻ പോകണം. ആ മൂപ്പര് അവിടെ കാർ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ കാറിൽ പോകാൻ എന്നെയും പോകാൻ പറഞ്ഞു. ഞാൻ മുറയിൽ നിൽക്കുമ്പോഴാണ് ഞാൻ ചായ, അപ്പോൾ എന്നോട് പറഞ്ഞു തോണിപ്പാടം ചായ ഇവിടെ നിന്ന് കുടിക്കട്ടോ പറഞ്ഞു. അപ്പം ഞാൻ ചെന്നു. കോഴിക്കോട്ടുകാരല്ലേ, നല്ലൊരു ചായയും ഉസാറും കടിയൊക്കെ പ്രതീക്ഷിക്കാമല്ലോ. ഞാൻ അങ്ങനെ അവിടെ ചെന്ന് നോക്കുമ്പോൾ ഒരു പാക്കറ്റ് മോഡം ബ്രെഡ് വാങ്ങിക്കൊണ്ടുവരാൻ വിട്ടാക്കി കുട്ടിനെ. എന്നിട്ട് ആ മോഡം ബ്രെഡ് ഉള്ള സംഭവം ഞാനീ പറയുന്നത് അവരുടെ ജീവിതം. അത് ഇപ്പോഴത്തെ കോഴിക്കോട് കാളിയോട് ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ ജീവിച്ച ജീവിതം. ഒരു പാക്കറ്റ് ബ്രെഡ് വാങ്ങിക്കൊണ്ടുവന്നിട്ട് അത് മാവിൽ മുക്കി പൊരിച്ചിട്ട് ഒരു പരിപ്പിൻ്റെ വെള്ളം, പരിപ്പ് വേവിച്ച വെള്ളം കറിയാക്കിയിട്ട് ഞാനും മൂപ്പരും കൂടി ഇരുന്നിട്ട് ആ ചായ കുടിച്ചു. ഭക്ഷണം കഴിച്ചു, രാവിലത്തെ ഭക്ഷണം അത്. അപ്പോൾ ഉച്ചയ്ക്ക് ഞങ്ങൾ പരിപാടി കഴിഞ്ഞ് തിരിക്കുമ്പോൾ, ഞങ്ങൾ പരിപാടി കഴിഞ്ഞ ഉടനെ തിരിച്ചു വരാം, നാദാപുരത്തെ പരിപാടി തിരിച്ചു വരാം, പക്ഷെ ഭക്ഷണം കഴിക്കാതെ വരേണ്ടി ഒരു അപ്പം വരികയാണെങ്കിൽ. അതിൽ ഞാൻ തങ്ങളോട് പറഞ്ഞു നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പോകാം, എൻ്റെ പ്രസംഗം കൂടി കഴിയുന്നത് നിങ്ങൾ ഇവിടെ നിൽക്കുകയും പറഞ്ഞു ഞാൻ മൂപ്പരോട്. അങ്ങനെ നിർത്തി. എന്തിന്? നല്ലൊരു ഭക്ഷണം കഴിച്ചിട്ട് പൊയ്ക്കോട്ടെ വിചാരിച്ചിട്ട്. പാവങ്ങൾ അങ്ങനെ ജീവിച്ചവരാ അവരൊക്കെ. ഇവരെയാ നമ്മൾ കുതിരയാക്കണത്. ഇവരൊക്കെ വലിയ സുഖലോലുപന്മാരെന്ന ആ സമൂഹത്തിന്റെ വിചാരം. അത്ര വലിയ സുഖലോലുപന്മാരൊന്നും അല്ല ഇവര്. ഇവര് പാവങ്ങളാണ്. ഇനിയിപ്പോൾ അതിൽ കുറച്ച് പാണക്കാട്, ഇപ്പൊ പ്രശ്നം എന്താ, കുറെ തങ്ങന്മാർക്ക് പാണക്കാട് തങ്ങന്മാരോട് അസൂയ. അവരെ ആളുകളൊക്കെ ഉദ്ഘാടനത്തിന് വിളിക്കണു, 20,000 കിട്ടണു, 30,000 കിട്ടണു. ഇത് അസൂയ എന്ന് അതിന് പറയാ. ഇതേപോലെ ജമാഅത്തുകാർക്ക് അവരെ കണ്ടുകൂടാ അസൂയ, മുജാഹിദുകൾക്ക് അവരെ കണ്ടുകൂടാ അസൂയ. എന്താ പ്രശ്നം? അവർക്ക് ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുണ്ട്. അവർ പറഞ്ഞാൽ കേൾക്കണ കുറെ ജനങ്ങളുണ്ട്. അവർ പറയും പോലെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇത് ആർക്ക് സഹിക്കണില്ല? മറ്റു പാർട്ടിക്കാർക്ക് ഒന്നും സഹിക്കണില്ല. ഒരു പാർട്ടിക്കാർക്കും അവരെ സഹിക്കണില്ല. നമ്മൾക്കും ആ പറഞ്ഞ പ്രശ്നമുണ്ട്. പാണക്കാട് തങ്ങന്മാരൊക്കെ നമ്മുടെ പാർട്ടിയിലായിരുന്നെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടി ആരാ? നമ്മളാ. എനിക്കും പ്രതിഷേധമുണ്ട്. പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം? അവർ തങ്ങന്മാരായി പോയില്ലേ. അവരുടെ ഇഷ്ടത്തിന് അവർ പോയിക്കോട്ടെ. നമ്മളെന്തിനാ അവരെ വളയ്ക്കാനും തിരിക്കാനും കുതിര കയറാനൊക്കെ പോകുന്നത്? അതുകൊണ്ടാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, ഉദക്കിറുക്കുമുല്ലാഹി ഫീ അഹ്ലി ബൈത്തി, എൻ്റെ കുടുംബക്കാരുടെ കാര്യത്തിൽ നിങ്ങൾ അള്ളാഹനെ പേടിക്കണേ. നിങ്ങൾ അവരെ കുതിര കയറാൻ നിൽക്കരുതേ. നിങ്ങളുടെ പാർട്ടി എന്ത് അധപ്പതിച്ചാലും എന്ത് കാട്ടിക്കൂട്ടിയാലും അതിൻ്റെ ഒപ്പം കൂടാൻ അവരെ കിട്ടണമെന്ന് വാശി പിടിക്കരുതേ. അവരേതിയോ പോയിക്കോട്ടെ, അവരവരുടെ കാര്യം നോക്കിക്കോട്ടെ. അല്ലാഹു തആല വറസൂല റസൂലു അലൈക്കും ഷഹീദ. എന്നാലേ അള്ളാന്റെ റസൂൽ നമുക്ക് നാളെ മഹ്ശറിൽ നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കൂ. അല്ലെങ്കിൽ റസൂലുള്ള നമ്മുടെ വിരോധികളായിരിക്കും. നമ്മൾ ആ കയ്യും പിടിച്ച് സ്വർഗത്തിൽ കിടക്കാമെന്ന് വിചാരിക്കുമ്പോൾ പേരക്കുട്ടികളെ വന്നിട്ട് പറഞ്ഞു, ഇപ്പാ ഇയാളാണ് എന്നെ ചീത്ത പറഞ്ഞത്, ഇയാളാണ് എന്നെ അവഹേളിച്ചത്, ഇയാളാണ് എന്നെ മാനം കെടുത്തിയത് എന്ന് ആ കുട്ടികൾ വന്ന് പറയാതിരിക്കൂലല്ലോ. അതുകൊണ്ട് അത്തരം തോന്നിയാസം നമ്മൾ ചെയ്യരുത്. അതുകൊണ്ടാണ് അദ്ദിബു ഔലാദക്കും അലാ സലാസി ഖിസാൽ, 3 കാര്യങ്ങളിലും നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ അദബുള്ളവരാക്കി തീർക്കുക. ഒന്ന്, ഹുബ്ബി നബിയിക്കും, നിങ്ങളുടെ നബിയെ സ്നേഹിക്കാൻ പഠിപ്പിക്കുക. ഹുബ്ബി അഹ്ലി ബൈത്തിഹി, നിങ്ങളുടെ റസൂലുള്ളാഹിന്റെ കുടുംബക്കാരെ സ്നേഹിക്കാൻ പഠിപ്പിക്കുക. അവിടെ നിന്നാണ് മക്കളുടെ വിദ്യാഭ്യാസം തുടങ്ങേണ്ടത്. അത് തുടങ്ങുമ്പോൾ മാത്രം പോരാ, ജീവിതകാലം മുഴുവൻ റസൂലുള്ളാഹിന്റെ കുടുംബത്തോടുള്ള ആ സ്നേഹം നിലനിർത്തണം. ഇന്നിപ്പോൾ ഞാനൊരു ചങ്ങായിൻ്റെ കമൻറ്റ് വായിക്കാനിടയായി. പാണക്കാട്ടെ തങ്ങളെ തെറി പറയുന്ന ഒരു സമയമാണ് ഇപ്പോൾ, നിങ്ങൾ കാണുന്നുണ്ടാവില്ല. ഇപ്പോൾ തെറി പറയുന്ന ഒരു സമയമാണ്. ഇന്നലെ മിഞ്ഞാന്നൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇപ്പം അത്. അപ്പോൾ അതിന് കൂട്ടത്തിലൊരു ചങ്ങായി എഴുതിയിരിക്കുകയാണ്, ഞങ്ങൾ ബാക്കി ദീനിയായ കാര്യങ്ങളിലൊക്കെ മൂപ്പര് പറഞ്ഞാൽ ഞങ്ങൾ അംഗീകരിക്കും, രാഷ്ട്രീയം പറയുന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് മൂപ്പരെ പറ്റാത്തത്. ആയിക്കോട്ടെ, നിങ്ങൾ രാഷ്ട്രീയത്തിൽ അംഗീകരിക്കേണ്ട, മതപരമായിട്ടും അയാളെ അംഗീകരിക്കണം എന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. പക്ഷെ അവരെ കുതിര കയറാനും ആക്ഷേപിക്കാനും മാനം കെടുത്താനും പോകരുത്. അവിടെ എത്തുമ്പോൾ നിങ്ങളുടെ നാവൊന്ന് അടങ്ങണം. നിങ്ങളുടെ പേന എഴുതാതിരിക്കണം. നിങ്ങൾ അത്തരം കമാൻഡുകൾ എഴുതാതിരിക്കണം. അത് ലൈക്ക് ചെയ്യാതിരിക്കണം. അത് ഷെയർ ചെയ്യാതിരിക്കണം. ആ പാവങ്ങളെ ദ്രോഹിക്കുക എന്ന് പറഞ്ഞതൊക്കെ അവർക്കുള്ള ദ്രോഹമാണ്. നഊദു ബില്ലാഹ്, അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അവരോട് അസൂയയും വെറുപ്പും വിദ്വേഷമൊന്നും വേണ്ട. വെള്ളാപ്പള്ളി ഒരു കാര്യം തന്നെ അറിയാലോ, അവർ നല്ലവരാണെന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് വെള്ളാപ്പള്ളി അവരെ ഏറ്റവും വെറുക്കണു എന്നതല്ലേ അല്ലേ? വെള്ളാപ്പള്ളി വെറുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവർ നല്ലവരാണെന്നാണ്. അല്ലെങ്കിൽ വെള്ളാപ്പള്ളി ഇങ്ങനെ വെറുക്കൂല. അതേപോലെ വെള്ളാപ്പള്ളിയെ പോലത്തെ വേറെ ചില അലവലാദികൾ, RSSന്റെയും BJPന്റെയും ഒക്കെ വിഷജന്തുക്കളൊക്കെ പാണക്കാട് തങ്ങന്മാരെ കുറ്റം പറയാൻ കിട്ടുന്ന ഒരവസരം അവർ നഷ്ടപ്പെടുത്താറില്ല. അതിൻ്റെ അർത്ഥം എന്താ? അവർ അത്ര നല്ലവരാണ്. കാരണം നല്ലവരായത് നമ്മളാക്കിയിട്ടായതല്ല. പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നത്, യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകും റിജ്സ അഹ്ലൽ ബൈത്തി, അഹ്ലു ബൈത്തേ,
റസൂലുള്ളാഹിന്റെ കുടുംബക്കാരെ അല്ല പറയാ, ഖുർആൻ പറയാ, നിങ്ങളെ ശുദ്ധിയാക്കാൻ, നിങ്ങളെ പരിശുദ്ധരാക്കാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നു. ആരാ അവരെ ശുദ്ധനാക്കിയത്? അള്ളാഹുവാണ്. നമുക്കത് പറയാനില്ല. നമ്മുടെ അവസ്ഥ എന്താ? എൻ്റെ വാപ്പാന്റെ പേര് മുഹമ്മദ് മുക്രിയ, മുഹമ്മദ് മുക്രിന്റെ വാപ്പാന്റെ പേര് മീരാമല്യ, മീരാമല്ലന്റെ വാപ്പാന്റെ പേര് അവറാമല്യ, അവറാമല്ലന്റെ വാപ്പാന്റെ പേര് അറിഞ്ഞൂടാ. ഏതായാലും 2-3 തലമുറ അങ്ങ് മറിഞ്ഞാൽ അസുലൂക്കു മൂമിൻ കബുലു തീയം വ നായരു വ ആശാരി മൂശാരി വ മണ്ണാനു പാണനു വ കൊയപ്പാനു ചെട്ടിയും വ നായാടി പറയരു. ഇവരാരെങ്കിലും ആയിരിക്കും. അതുകൊണ്ട് അധികം തലമുറ അന്വേഷിച്ചു പോണ്ട. നമ്മള് പാണക്കാട്ടെ തങ്ങന്മാരുടെ 39ാമത്തെ വല്ലിപ്പ ആരാ? ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അടിയിൽ ഒരു പരമ്പര മുറിഞ്ഞു പോയിട്ടില്ല. ഒരു അലവരാതി ആ പരമ്പരയിൽ വന്നിട്ടില്ല. ഒരു തറവാടിത്തത്തിന് ചേരാത്തവൻ അതിൽ വന്നിട്ടില്ല. അത്ര പരിശുദ്ധമായ ഒരു പരമ്പര. അതാ ഖുർആൻ പറഞ്ഞ ലിയുതഹിറക്കും ലിയുദ്ഹിബ അൻകും ഒരു റിജിസ അഹ്ലൽ ബൈത്തി. നബി കുടുംബമേ, നിങ്ങളിൽ നിന്ന് മ്ലേച്ഛത നീക്കിക്കളയാനും വയുതഹിറക്കും തത്ഹീറ, നിങ്ങളെ പരിപൂർണമായി ശുദ്ധമാക്കാനും നമ്മൾ ഉദ്ദേശിക്കുന്നുവെന്ന് പറഞ്ഞത് അള്ളാഹുവാണ്. അള്ളാഹിന്റെ ഉദ്ദേശം നടന്നിട്ടില്ലെങ്കിലേ തങ്ങന്മാരിൽ എന്തുണ്ടാവുള്ളൂ? ഈ പറഞ്ഞ അലവലാതി ഇവര് പറയുന്ന വിമർശനങ്ങളൊക്കെ തങ്ങന്മാരിൽ വരണമെങ്കിൽ അള്ള ശുദ്ധീകരിച്ചില്ല എന്ന് വരേണ്ടി വരും. അള്ളാഹിന്റെ ഉദ്ദേശം നടന്നില്ല എന്ന് വരേണ്ടി വരും. അത് ഏതായാലും നടക്കൂല. അതുകൊണ്ട് തന്നെ അവരെയൊക്കെ നമ്മൾ ഉൾക്കൊള്ളണം, അവരെയൊക്കെ ബഹുമാനിക്കണം, അവരെയൊക്കെ ആദരിക്കണം. അത് നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ്. അതിലൊരു മോശം നമ്മൾ വരുത്തരുത്. അള്ളാഹു തആല ആ നിലയ്ക്ക് അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകരുടെ കുടുംബത്തെയൊക്കെ സ്നേഹിക്കാനും അവരെ പിൻപറ്റാനും അവരുടെ ആ മാതൃക പിൻപറ്റി ജീവിക്കാനും അവരെ പോലെ അവരുടെ കൈപിടിച്ച് സ്വർഗത്തിൽ കടക്കാനും അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നു പോകുന്ന അപരാധങ്ങളും തെറ്റുകുറ്റങ്ങളും അവമതിപ്പുകളൊക്കെ അള്ളാഹു തആല നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അവരോടുകൂടെ നമ്മയും അള്ളാഹു തആല പരിശുദ്ധമായ കുടുംബത്തിന്റെ അവസ്ഥ അത് മനസ്സിലാക്കി ഉൾക്കൊള്ളാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകുമാറാവട്ടെ. എൻ്റെ ഭാര്യ ഒരു വീടിരിക്കലിന് പാണക്കാട്ട് തങ്ങന്മാരുടെ കുടുംബത്തിൽ പോയി, ഞാനും ഭാര്യയും. ഈ കുടുംബത്തിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ എൻ്റെ ഭാര്യ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് അവരൊക്കെ ആയിട്ട് പരിചയപ്പെട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് പുറത്ത് വന്നപ്പോൾ പറഞ്ഞ ഇവരെയൊന്നും മനസ്സിലാക്കാൻ നമുക്ക് കഴിയില്ല, ഇവരൊരു വല്ലാത്തൊരു സമൂഹമാണ് വരുന്ന. എൻ്റെ ഭാര്യ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ സംഭവം, എന്താ ഇപ്പം ഇത്ര പറയാനുള്ളത് ചോദിച്ചാൽ പറഞ്ഞത്, ഇവർ നമ്മളോട് പെരുമാറും പോലെയൊന്നുമല്ല അവരുടെ വീട്ടിലെ ജീവിതം എന്ന് പറഞ്ഞത്. വല്യമ്മ 2 വയസ്സായ പേരക്കുട്ടിനെ നിങ്ങൾ എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ 2 വയസ്സായ കുട്ടിനെ തങ്ങൾ വിളിക്കണെന്താ, വല്യമ്മ വിളിക്കണെന്താ നിങ്ങൾ എന്നാണ് പറയുന്നത്. ബഹുമാനിച്ചിട്ടല്ലാതെ ഒരു പ്രയോഗം അവരുടെ നാവിൽ വരൂല. അത്രമാത്രം പരിശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന ഒരു വിഭാഗമാണ് അവര്. അവരെയൊക്കെ നമ്മൾ കുറ്റം പറഞ്ഞാൽ റസൂലുള്ളാഹി നമ്മളെ ഒരു കാലത്തും സഹിക്കൂല, നമ്മളെ ഇഷ്ടപ്പെടൂല. ആ അപരാധം അള്ളാഹിൻ്റെ റസൂല് പൊറുക്കൂല. അത്തരം അപരാധങ്ങളെ തൊട്ട് നമ്മളൊക്കെ സുരക്ഷിതരാവുക. സംഘടനയും പാർട്ടിയും ഒക്കെ ഇന്നുണ്ടാകും, നാളെ നശിക്കും. ഇതിലും വലിയ പരിശുദ്ധമായ സംഘടനകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ ചരിത്രത്തിൽ, നശിച്ചു പോയിട്ടുമുണ്ട്. അതിൻ്റെ പിന്നാലെ കൂടി നമ്മൾ നമ്മുടെ ഈമാൻ കളങ്കപ്പെടുത്താതെ കാത്തു സൂക്ഷിക്കുക. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വഗ്ഫിർ